സെബാനെ എന്തോ ഞാൻ നിന്റെ അടുത്ത് കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയാടാ? എനിക്കറിയാം. നിനക്ക് ടൂ വീലർ അറിയോ? ഫോർ വീലർ അറിയോ? നിനക്ക് ഡ്രൈവർ ആവശ്യമാണോ? മെയിൻ ആയിട്ട് വലിയ വലിയ ആൾക്കാരൊക്കെയാണെങ്കിൽ ഞാൻ ഡ്രൈവർ ആക്കിയാലോ നിന്നെ? ഒരു കഥ കേട്ടോ നീ? നമ്മുടെ ആലിയ ഭട്ടുണ്ടല്ലോ, പുള്ളിക്കാരത്തി പറയാ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ ആരാണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി പറയാ ഡ്രൈവർ ആണെന്ന്. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പോകില്ലായിരുന്നു, ഡ്രൈവർ ആവില്ലായിരുന്നു ഞാൻ. സഹിക്കാൻ പറ്റുന്നില്ല. ഇത് വേറെ സംഭവം ഞാനൊക്കെ കേട്ടപ്പോ ഞെട്ടിപ്പോയി. കാരണം പുള്ളിക്കാരത്തി പറയാണ് അത് നമ്മുടെ ആലിയ ഭട്ട് എന്ത് സുന്ദരിയെ കാണാൻ. പുള്ളിക്കാരത്തി പറയുന്നത് പുള്ളിക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആളെന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് എന്റെ ഡ്രൈവറാണ്. എന്നെ ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിച്ചു, ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ചു, വണ്ടിയിലെ എല്ലാ തന്ത്രങ്ങളും എനിക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് എന്റെ ഡ്രൈവറാണ് ഏറ്റവും പറ്റുന്നത്. വെറുതെ ഞാൻ ഈ കൊച്ചി കൂടെ തെന്നിത്തിരിക്കും. ബോംബെ പോയി ഡ്രൈവറായി ഗ്ലാമർ ഒക്കെ വേണല്ലോ. അതൊക്കെ എനിക്ക് കൂടുതലായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടിയേനെ. വെറുതെ കൊച്ചിയിൽ മുന്നേ കേട്ടായിരുന്നില്ല ആലിയ ഭട്ട് ഒരു ചാറ്റ് ഷോയിൽ നിന്നിട്ട് രാഷ്ട്രപതി ആരാണെന്ന് വെച്ചു പൃഥ്വിരാജ് ചൗഹാൻ. എന്തായാലും ബോധമില്ലാത്ത കൊച്ചാന്ന് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായി. അതുകൊണ്ട് അതിന് കൂടുതൽ ഇതിനും കൂടെ പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഡ്രൈവറുമായിട്ടാണ് ഇപ്പം കാര്യങ്ങൾ. കാരണം എന്റെ എല്ലാം ഡേറ്റ് ചെയ്യാൻ ആളില്ലാതെ വരുമ്പോ ഡ്രൈവർ ആയാലും കുഴപ്പമില്ലല്ലോ. പണ്ട് ഇവിടെ ഒരു ഗോസിപ്പ് കേട്ടിട്ടുണ്ട്. മലയാളത്തില് നമ്മുടെ മലയാളിയായ ഒരു നടി, മലയാളത്തില് മാത്രമല്ല പല ഭാഷകളിലുണ്ട് പുള്ളിക്കാരത്തി, പേര് പറയില്ല. പുള്ളിക്കാരത്തി ഡ്രൈവറിന് ഒരു ഓടിക്കാറ് മേടിച്ചു കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ ഒരു ശ്രുതി നമ്മൾ കേട്ടിരുന്നു. അത് ഞാൻ പറയില്ല, പിന്നെ പറഞ്ഞുതരാം. എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിലും ഇത് പുള്ളിക്കാരത്തി ജീവിതം കൊടുക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. കാര്യമായിട്ടും പുള്ളിക്കാരത്തി പറയുന്നതെന്നറിയോ, എന്നെ യു ടേൺ എടുക്കാനും പിന്നെ വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് ആകെ നശിപ്പിച്ചു. പിന്നെ എല്ലാ പരസ്യവും ഒക്കെ കാണുമ്പോ അതുപോലെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നാലൊക്കെ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു, എന്തായിരുന്നു, ഏതായിരുന്നു എന്നൊക്കെ. അപ്പൊ അതിലൊക്കെ പുള്ളിക്കാരത്തി പറയുന്നറിയോ, എനിക്ക് സുനിലിന്റെ കൂടെ പോകുമ്പോ ഭയങ്കര സുരക്ഷയാന്ന് പറയുന്നത്. ഈ പേര് സുനിൽ എന്നുള്ളത് മാറ്റി വേറെ ഒക്കെയല്ലോ സെബാൻ എന്നൊക്കെ. സെബാൻ നല്ല പേരല്ലേ? എന്തായാലും സുനിലിന് ലോട്ടറി അടിച്ചു. കാരണം ആലിയ ഭട്ട് കല്യാണം കൂടെ കഴിച്ചാൽ സന്തോഷമായി. എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. നമ്മുടെ ഒരു കാര്യം പറയടാ, നമ്മള് ഗേൾസിന് ഒട്ടും സേഫ്റ്റി ഇല്ല നൈറ്റ് ഒക്കെ പോകുമ്പോ. സുനിലിന്റെ കൂടെ പോകുമ്പോ ഭയങ്കര സുരക്ഷയാണല്ലേ? ഇവിടെയുള്ള എല്ലാ ഡ്രൈവർമാരുടെ ചേട്ടന്മാരുടെ ശ്രദ്ധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോട്ടറി അടിച്ചാലും ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാറിന്റെ ഉള്ളിൽ. നമ്മളൊരു ഗോസിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു വട്ടം നേരത്തെ അല്ലേ? റേപ്പ് ചെയ്യപ്പെടുന്ന ഒരു സംഭവം. അപ്പൊ അതും ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും സുനിലിന് ലോട്ടറി അടിച്ചു. അതും ഒരു ബമ്പർ ലോട്ടറി. അങ്ങനെ എല്ലാവർക്കും ലോട്ടറി അടിക്കുന്നു. നമ്മളൊക്കെ ഇവിടെ പിച്ചക്കാരനായിട്ടിരിക്കുന്നു. എന്തായാലും കൊള്ളാം. നമുക്കൊരു പാട്ട് കാണാം. എനിക്ക് വലിയ സന്തോഷമൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ നമുക്കൊരു പാട്ട് കാണാം. വെറുതെ ഡ്രൈവിംഗ് ലൈസൻസും മേടിച്ച് കീശ വെച്ച് അടക്കുക. അതെ, ചിലപ്പം എനിക്കൊരു ലോട്ടറി അടിക്കും. ഡ്രൈവർ ആയിട്ടൊന്നല്ല, പിന്നെ പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ട് കാണാം അല്ലെ? ഒരു പാട്ട് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു. എന്തോ ഗോസിപ്പ് തീരുന്നിട്ട് വേണം എനിക്കിത് കഴിക്കാൻ. അയ്യോ എന്തൊരു സ്ഥലം കാണാൻ. ഇത് രണ്ടും കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം ഇതെന്താന്നുള്ളത്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ എന്തായിരുന്നു ഇനിയിപ്പൊ നമുക്ക് ആരെ ഗോസിപ്പ് പറയാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇപ്പോൾ എന്നെ കൊണ്ട് വായിൽ ചുമ്മാ വെള്ളം ഒരിപ്പിച്ച് നശിപ്പിക്കും എന്നെ കൊണ്ട്. അപ്പൊ എന്താണ് പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ ആരെ പറ്റി ഒരു ഗോസിപ്പ് പറഞ്ഞിരുന്നോ? അറം പറ്റുമെന്ന് കേട്ടോ, അത് കറക്റ്റ് ആണോ? ചില പറഞ്ഞല്ലേ, ചില വാക്കുകൾ പറഞ്ഞല്ല, ചില കാര്യങ്ങൾ പറഞ്ഞ അറം പറ്റുമെന്നൊക്കെ. സംഭവം സംഭവിച്ചു പോകുന്നത്. എന്തായാലും ഇങ്ങനൊരു കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു ഒരാളെ പറ്റി, നമ്മുടെ ദീപികനെ പറ്റി. ദീപിക നമ്മുടെ കത്രീനോട് പറഞ്ഞു കെട്ടരുത്, രൺവീർ ചതിക്കുന്നു, കള്ളനാണ്, എന്നെ പറ്റിച്ചാണ്, എന്റെ ജീവിതം നശിപ്പിച്ചാന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾക്ക്. ഇത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മളോട് പറഞ്ഞ കേസാണ്. ഇത് അതുപോലെ തന്നെ സംഭവിച്ചു. അതുപോലെ
സംഭവിച്ചു എന്നൊന്നും അതുപോലെയൊക്കെ തന്നെ സംഭവിച്ചു. ഞങ്ങൾ തമ്മിൽ പ്രണയമില്ലെന്ന് ഇവർ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ പ്രണയമില്ലെന്ന് ഞാൻ പറയാം എന്താണ്ടായെന്ന് വെച്ചപ്പോ റീസെന്റ് ഒരു ഗോസിപ്പ് ഒക്കെ വന്നു. രൺബീറിന്റെയും കത്രീനന്റെയും കല്യാണം ഒക്കെ കഴിഞ്ഞു, അല്ല അവരുടെ മോതിരം മാറ്റം കഴിഞ്ഞു, ഡയമണ്ട് റിംഗ് മാറി, അത് ഇത് മറ്റത് മറിച്ചത് ലണ്ടനിൽ വെച്ചിട്ടായിരുന്നു, അങ്ങനെയൊക്കെ കേട്ടു. പക്ഷെ എന്ത് സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ രണ്ടും കഴിഞ്ഞിട്ടും രണ്ടുപേരും പ്രതികരിച്ചില്ല. ഇങ്ങനെ ന്യൂസ് ഒക്കെ വന്നപ്പോ രണ്ടുപേരും ഒന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ കുറെ കഴിഞ്ഞ് കത്രീനന്റെ കയ്യിൽ ഒരു ഡയമണ്ട് റിംഗ് കണ്ടപ്പോഴേക്കും അവർ അടുത്ത കഥ ഇറക്കി. മേടിച്ചിട്ടൂടെ? അങ്ങനെ ഒരു കഥ. നീ ഒരു ഡയമണ്ട് റിംഗ് വാങ്ങി എനിക്ക് തരും, ഞാനിട്ട് കാണിച്ചു തരാം. എന്റെ കയ്യിലും ഡയമണ്ട് റിംഗ് അപ്പൊ പറയാം. എന്നിട്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ ഇപ്പൊ റീസെന്റ് കത്രീന പറയാ ഞങ്ങളുടെ നിശ്ചയമൊന്നും കഴിഞ്ഞിട്ടില്ലാന്ന്. പക്ഷെ വേറെ കാര്യം കൂടെ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ പ്രണയമില്ലെന്ന്. പ്രണയിക്കുന്നവർക്ക് മാത്രമേ ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് താമസിക്കുന്നത്. അവർ രണ്ട് റൂമിലാണ് താമസിക്കുന്നത്. അത് നീ അറിഞ്ഞില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോ പറഞ്ഞായിരുന്നു റൂമിൽ പോവാറുണ്ട്. എന്തായാലും കത്രീനയും നമ്മുടെ രൺബീറൊക്കെ 2 റൂമിലാണ്, ഒരു അപ്പാർട്ട്മെന്റിലാണ് എന്തായാലും താമസിക്കുന്നത്, ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പിന്നെ 2 റൂമിലാന്നൊക്കെ ഞങ്ങൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയും. എന്താ കളിക്കുന്ന നമ്മുടെ വലിയ സീരിയസ് ആയിട്ട് ഒരു കാര്യങ്ങൾ പറയണം, കുറ്റം പറയണം, അതിന്റെ ഇടയ്ക്ക് ഒരാൾ കുത്തി കളിക്കുന്നത്. അതെ എന്തായാലും പക്ഷെ ഇതിനെതിരെ നമ്മുടെ രൺബീർ പ്രതികരിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളുടെ പ്രണയമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. എന്തായാലും കത്രീന പറഞ്ഞു പ്രണയമില്ല, ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇവര് തമ്മിൽ ലണ്ടനിൽ വെച്ച് കണ്ടുമുട്ടിയെന്നും രൺബീറിന്റെ ഫാമിലിയും കൂടെ അവിടെ ചെന്നു. അങ്ങനെ രണ്ടുപേരും ഒരേ ഹോട്ടലില് തൊട്ടപ്പുറത്തെ റൂമില്. പണ്ട് കേട്ടിട്ടില്ലേ കുറച്ച് കിട്ടുമ്പോഴേക്കും അതിങ്ങനെ വലിച്ചു നീട്ടി വലുതാക്കുന്ന. പക്ഷെ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അറം പറ്റിയെന്ന് തന്നെയാണ്. ദീപിക ചുമ്മാ ഒരു വാക്യം പറഞ്ഞതാണ്, അത് അറം പറ്റി. എന്തായാലും രണ്ടുപേരും പിരിയുന്ന ലക്ഷണമൊക്കെയാണ് ഇപ്പൊ കാണുന്നത്. ഒരാളെ പിരിച്ചിട്ട് വേണം അല്ലേ നിനക്ക് ഗോസിപ്പ് പറയാൻ? ഷെയിം ആണ്. നിന്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ മാറിപ്പോയി സൂര്യ. എന്നെ കണ്ടുപടി. ഞാൻ എത്ര ദിവസം എന്നോട് പറയുന്നു, എത്ര കാലമായി പറയുന്നു എന്നെ എന്തായാലും ഇവര് തമ്മിൽ പിരിഞ്ഞ ലക്ഷണമൊക്കെയാണ് കാണുന്നത്. പിരിയാതിരിക്കട്ടെ, അറം പറ്റാതിരിക്കട്ടെ. കണ്ട ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ശരിയാവില്ല, ഒട്ടും ശരിയാവില്ല. എന്തായാലും ഞങ്ങൾ ഈ ഗോസിപ്പോടെ വൈൻഡപ്പ് ഗോസിപ്പ്. സൂര്യ ഒന്നെങ്കിൽ ഞാൻ വിളിക്കും അല്ലെങ്കിൽ നീ വിളിക്കും. അല്ല ഒന്നെങ്കിൽ അല്ല നീ വിളിക്കും അല്ല ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കും സൂര്യ. അതെ സൂര്യ സാധാരണ പള്ളി അമ്പലത്തിൽ പോകാറുണ്ടോ? അമ്പലത്തിൽ പോകാറുണ്ട്. സൂര്യ ഇതിനു മുമ്പ് 10ാം ക്ലാസ് തോറ്റപ്പോഴാണ് സൂര്യ ആദ്യമായിട്ട് അമ്പലത്തിൽ പോയത്, 10ാം ക്ലാസ് ജയിക്കാൻ വേണ്ടിട്ട്. പിന്നെ +2 ജയിക്കാൻ വേണ്ടിട്ട് അമ്പലത്തിൽ പോയി. ഇതിന് കാര്യം കാണാൻ വേണ്ടി കാല് പിടിക്കാന്ന് പറയുന്ന സ്വഭാവമാണ് ഈ സൂര്യന്. അറിയാം അങ്ങനെ പറയുന്നവര് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിങ്ങനെ ഉറക്കെ ഓരോന്ന് കട്ടഹസിക്കുന്ന ആൾക്കാരാണ് ശരിക്കും. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇതൊരു സത്യം തന്നെയാണ്. ചില വിഷമങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോ നമ്മൾ ഓടിച്ച് എന്ന് വെച്ചാൽ പിന്നെ കാര്യമാണല്ലോ, ലോട്ടറി അടിക്കാൻ വേണ്ടി ദൈവത്തോട് പോയി പ്രാർത്ഥിച്ചു, എന്റെ പൊന്ന് കർത്താവേ അല്ലെങ്കിൽ എന്റെ പൊന്ന് ഈശ്വര എനിക്ക് ലോട്ടറി അടിക്കണേ. എന്നിട്ട് ഈ ലോട്ടറി അടിച്ചു കഴിയുമ്പോ ഉണ്ടല്ലോ പാലം കിടക്കോണം നാരായണ പാലം കിടന്നു കൂരായണ എന്ന് പറയുന്ന അവസ്ഥയാണ്. എല്ലാവരുടെയും ഒരു ഏകദേശം എല്ലാവരുടെയും സ്വഭാവങ്ങളൊക്കെ അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ചിലൊരു വിഷമം വരുമ്പോ, ലവ് ഫെയിലിയർ വരുമ്പോ, അതുപോലെ ഫ്രണ്ട്സ് അങ്ങനെയാണ് ഈ ലാസ്റ്റ് സൂര്യ പോയത്. അങ്ങനെയാണ് ലവ് ഫെയിലിയർ വന്ന് ലാസ്റ്റ് അങ്ങോട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചത്. അതെ ഞാൻ ഇവന്റെ അടുത്ത് അന്നൊരു ദിവസം വഴക്കുണ്ടാക്കിയപ്പോ എനിക്ക് വിഷമായി. അയ്യോ അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ദൈവമേ സെബാൻ എന്നെ ഇതുവരെ വിളിച്ചില്ലല്ലോ, എന്റെ ഫോണിൽ തിരിച്ചു വിളിക്കാൻ ബാലൻസ് ഇല്ലല്ലോ, അവൻ എന്നെ എപ്പോ വിളിക്കണേ. എന്നിട്ട് എനിക്ക് മെസ്സേജ് പറഞ്ഞ് എനിക്കൊരു 30 രൂപ റീചാർജ് ചെയ്യാൻ. എന്നിട്ട് ആ കാശ് കൊണ്ട് ഞാൻ റീചാർജ് ചെയ്ത് ഇപ്പൊ എന്നെ വിളിച്ചു. അതാണ് സൂര്യ. എന്നാലും സ്നേഹമുള്ള കുട്ടിയാണ്. എന്റെ കാശ് കൊണ്ടായാലും എന്നെ തിരിച്ചു വിളിച്ചില്ല, വിളിച്ചു. അതാണ് സ്നേഹമുള്ള കുട്ടിയാന്നുള്ളത്. അതാണ്. എന്തായാലും ഇതൊക്കെ സംഭവിച്ചാലും നമ്മൾ ചെറിയ പാവപ്പെട്ട ഈ നമ്മളെ പോലുള്ള ആൾക്കാരുടെ ഇടയിൽ മാത്രമല്ല, വലിയ വലിയ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. നമ്മുടെ സ്വന്തം നയൻതാരയായിരുന്നു ആദ്യം തുടങ്ങി വെച്ചതെന്ന് തോന്നുന്നു അല്ലേ? തുടങ്ങി വെച്ചത് ചിമ്പുമായിട്ട് ബ്രേക്കപ്പ് ആയ സമയത്ത് പുള്ളിക്കാരത്തി നമ്മുടെ എവിടെ പോയത്? തിരുപ്പതി പോയി മുട്ട അടിച്ച പോലും. മുട്ട കൂടെ അടിക്കാറുന്ന രസമായിരുന്നു തന്നെ. നമുക്കൊരു പുള്ളിയും കൂടെ കുത്തായിരുന്നു മുകളിൽ. എന്തായാലും നയൻതാര ഭയങ്കര വിഷമിച്ച് പ്രണയമൊക്കെ തകർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൻസികയായിട്ട് അല്ലേ
ചിമ്പുമായിട്ട് അല്ല അത് കഴിഞ്ഞിട്ട് ചിമ്പു വേറെ പ്രേമിച്ചല്ലോ. ഹൻസികയായിട്ട് പ്രണയം നടക്കുന്ന അല്ല ഹൻസികയായിട്ട് പ്രണയം കത്തി നിൽക്കുന്ന സമയത്ത് എങ്ങനെയും തകരണേ അതൊന്നും തകർന്നു പോകണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് നയൻതാര നമ്മുടെ പഴനിയിലൊക്കെ പോയി സംഭവമൊക്കെ പ്രാർത്ഥിച്ച് തിരിച്ചു വന്നപ്പോൾ ഇതേ പോയ വഴി അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ തിരിച്ച് ഇങ്ങോട്ട് ഒരാൾ വരുന്നുണ്ട്. ആരാ നമ്മുടെ സ്വന്തം ഹൻസിക. അതും തകർന്നല്ലോ. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പം ഇതാണ് പറയുന്നത് ഈശ്വരൻ ഉണ്ടെന്ന്. നയൻതാര അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു, അവരുടെ ബന്ധം തകർന്നു. ചിമ്പു ഇപ്പൊ ആരുടെ പറയാണ്? ചിമ്പു ഒരു റീസെന്റ് ഏതോ ഒരു തെലുങ്ക് നടിയുടെ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫോട്ടോസ് ഒക്കെ. സൂര്യക്ക് ട്രൈ ചെയ്തോ, നല്ല ചിമ്പുവിന് താല്പര്യമില്ല. അല്ല എനിക്ക് കറക്റ്റാണ്. സൗന്ദര്യം വെച്ചിട്ട് ചിമ്പുവിന് ഭയങ്കര സൗന്ദര്യം കൊണ്ട് ചിമ്പു ഒരുപാട് മേളിലാണ്. എന്തായാലും ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഹൻസികയും അമ്പലത്തിൽ പോയി ഭയങ്കര പ്രാർത്ഥനയാണ്. ഈ പ്രണയം തകരുന്നവർക്ക് അമ്പലത്തിലാണ് പോകുന്നത്. അങ്ങനെ ഇതും കൂടെ ആയപ്പോ എനിക്ക് ഉറപ്പായി സൂര്യ അമ്പലത്തിൽ ലാസ്റ്റ് പോയത് പ്രണയമായിട്ട് തന്നെ ഞാൻ തീരുമാനിച്ചു. അപ്പൊ എന്തായാലും പ്രണയിച്ചിങ്ങനെ നടക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ പ്രണയം തകർന്ന അമ്പലത്തിലും പള്ളിയിലൊക്കെ അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിക്കണം. അതെ, പ്രാർത്ഥിച്ച് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞേ, ഇവരെപ്പോഴെങ്കിലും പള്ളിയിലോ അമ്പലത്തിലോ പോയിക്കോട്ടെ അങ്ങനെ ദൈവവിശ്വാസം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു നമ്മള് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണല്ലോ. എന്തായാലും നയൻതാരയും ചിമ്പു കാരണം രണ്ടുപേരും ദൈവവിശ്വാസി ആയത് ചിമ്പുവിനെ ലാസ്റ്റ് ആരെങ്കിലും ചിമ്പുവിനെ തല്ലിക്കൊല്ലുമ്പോൾ ചിമ്പുവിന് സൂക്കേട് മാറിക്കോളും. എന്തായാലും നമുക്ക് ഒരു പാട്ട് കണ്ടോ ഇരുന്ന് ഇരിപ്പിന് നിറം മാറുന്ന ചില വ്യക്തികളൊക്കെ ഓന്തിനെ കാണണേ ഞാൻ കാണിച്ചു തരാം. ഇത് ഈ ഇരിക്കുന്ന സാധനമാണ് ഓമ്പ്. ഡ്രസ് ഇട്ട് മുടിയൊക്കെ ചീകി മിനിക്ക് പൗഡർ ഇട്ട് വന്നേക്കുന്ന ഓമ്പ്. കുറച്ച് മുമ്പ് പറഞ്ഞാണ് പിന്നെ ചിമ്പുവിന്റെ ലുക്സ് പിന്നെ അല്ല ആക്ച്വലി ചിമ്പുവിന് പിന്നെ എന്താ ഇഷ്ടമില്ലാത്ത ചിമ്പുവിനെ ഫ്ലേർട്ട് ചെയ്ത് നടക്കുന്ന സ്വഭാവം എനിക്ക് ഇഷ്ടമാണ്. അത് നിങ്ങൾ തമ്മിൽ മാച്ച് ആവുമല്ലോ രണ്ടുപേരും ഒരുമിച്ചാകുമ്പോ. എന്തായാലും നമുക്ക് ഒരു പാട്ട് അങ്ങോട്ട് കേട്ടാലോ. അതെ, ഈ സന്തോഷത്തിൽ നമുക്ക് നല്ല രണ്ടുപേര് ദൈവവിശ്വാസിയാക്കി ഇനി കൂടുതൽ പേര് ആക്കാൻ വേണ്ടി പോകുന്ന ചിമ്പുവിന് വേണ്ടി നമ്മള് ചിമ്പുവിന് ഡെഡിക്കേറ്റ് ചെയ്തേക്കാം. അപ്പൊ ഞങ്ങൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഒരു പാട്ട് കണ്ടിട്ട് പെട്ടെന്ന് അപ്പൊ സബാനെ നമ്മളിത് കുറെ പേര് കുറ്റം പറഞ്ഞല്ലേ. ഞങ്ങള് പെട്ടെന്ന് കുറ്റം പറഞ്ഞ് നിർത്തി. കാരണം ഇതിവിടെ എന്തോന്നില്ല, നേരത്തെ ഒരു ബർഗർ കഴിച്ചിട്ടും എനിക്കിപ്പോ ഇത് കണ്ടതിന് ശേഷം ഗോസിപ്പ് തീരുമ്പോ നമുക്ക് സങ്കടമാണെന്നില്ല. എനിക്ക് ഭയങ്കര സന്തോഷം. അതെ എനിക്കറിയാം, തിന്നുന്ന കാര്യം പറയുമ്പോൾ കല്ലെല്ലാം ഭയങ്കര സന്തോഷമാണ്. ശരിയാ, നല്ല ഭംഗിയുള്ള ബർഗർ അല്ലേ, റൗണ്ട് ആയിട്ടിരിക്കുന്നത്. പിന്നെ ബർഗർ പിന്നെ സ്ക്വയർ കട്ടിലാണ് ഇരിക്കുന്നത്. അല്ല, സ്ക്വയർ കട്ടിൽ എന്താ ബർഗർ ഉണ്ടാക്കിയ പ്രശ്നം? അതൊരു കാര്യമാണ്, സ്ക്വയർ കട്ടിൽ എന്താ ബർഗർ ഉണ്ടാക്കിയ പ്രശ്നം. ഓക്കേ, നമ്മുടെ പ്രശ്നം അതല്ല. എന്തായാലും നിങ്ങൾ ഒരുപാട് പാട്ടുകൾ കേട്ടു, ഒരുപാട് ഗോസിപ്പുകൾ കേട്ടു. അപ്പൊ ഞങ്ങൾ അടുത്ത ആഴ്ച ഞങ്ങൾ ഇതിനേക്കാളും കുറച്ചും കൂടി ഗംഭീരം എന്നറിയോ, ഞങ്ങളിങ്ങനെ സിനിമാ ലോകത്ത് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾക്കും പിടിച്ചു നിൽക്കണല്ലോ അല്ലേ. അപ്പം ഞങ്ങള് പിന്നെയും ഒരു താങ്ക്സ് പറയാണ്. ഞങ്ങളിങ്ങനെ ബർഗർ കൊണ്ട് കൊതിപ്പിച്ച് ഞങ്ങളുടെ സ്വന്തം ബർഗർ സ്പോട്ടിന്റെ ചേട്ടന്മാർക്ക് ഒരുപാട് താങ്ക്സ്. കാരണം എന്താ പറയാ, ഞങ്ങള് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരുന്നതായിരിക്കും. വീണ്ടും വീണ്ടും വരുമ്പം നിങ്ങൾ ഫ്രീ ഒക്കെ ആയിട്ട് തരുമായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവരെയും നമ്മുടെ ബർഗർ സ്പോട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു അല്ലേ. എല്ലാവരും സൂപ്പർ ബർഗറാണ്, അടിപൊളി ബർഗറാണ്. പുതിയ കടയുടെ ഉദ്ഘാടനത്തിന് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കും. അപ്പം നിങ്ങൾ പോയി ബർഗറൊക്കെ കഴിക്കോ, മാസിലൊക്കെ വെക്കട്ടെ എന്നെ പോലെ. കണ്ട എന്തായാലും നമുക്ക് പോകേണ്ട സമയമായി. അപ്പൊ അടുത്ത ആഴ്ച ഞങ്ങൾ വീണ്ടും വന്ന് ഞങ്ങള് ഇങ്ങനെ എന്താണ് പുതിയ ഗോസിപ്പുകളായിട്ട് വീണ്ടും വരും. അപ്പൊ ഞങ്ങൾ ബൈ ബൈ പറഞ്ഞു പോട്ടെ. കഴിക്കാനുള്ള കൊതി കൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ബൈ പറയുന്നത്. അപ്പൊ ഞങ്ങൾ പോവാണ്. അപ്പൊ അതിനു മുമ്പ് ഒന്ന് കഴിക്കാലോ. അതാ നിങ്ങൾ ഇത്ര തിരക്കണ്ടല്ലേ. എന്താണ് ബർഗർ കഴിക്കാൻ വേണ്ടി പോവാണ്. അല്ല ഇത് വേഗം കഴിക്കട്ടെ. ഓക്കെ, അപ്പൊ അടുത്ത വീണ്ടും കാണാം. ബൈ.